അതിരാവിലെ ഉണരുമ്പോൾ മുതൽ പലവട്ടം നമ്മൾ എല്ലാവരും ക്ലോക്കിലോ വാച്ചിലോ സമയം നോക്കാറുണ്ട്. സമയം നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ ആദ്യം ചെന്നെത്തുന്നത് മണിക്കൂറും മിനിറ്റും നമ്മളെ സൂചിപ്പിക്കുന്ന സൂചികളിലാണ്. ഒരിക്കലും സെക്കൻഡ് സൂചികളിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ആ സെക്കൻഡ് സൂചി ഓടിയെങ്കിൽ മാത്രമേ മണിക്കൂറിന്റെയും മിനിറ്റുകളുടെയും വ്യത്യാസം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അക്ഷീണം അഹോരാത്രം ഓടുന്ന ഈ സെക്കൻഡ് സൂചിയെ പലപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല ബന്ധങ്ങളും. എല്ലാ സ്നേഹബന്ധങ്ങളും നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരാൾ കഷ്ടപ്പെട്ട് അതിന്റെ പിന്നിൽ സെക്കൻഡ് സൂചിയെ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ നമ്മളെ ഇങ്ങനെയാക്കുവാനായിട്ട് നമുക്ക് ചുറ്റും പരിശ്രമിച്ച ഒരുപാട് സെക്കൻഡ് സൂചികളുണ്ട്. ആ മിനിറ്റ് സൂചിയും അവർ സൂചിയും നിലയ്ക്കുമ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു കുടുംബത്തിലാവട്ടെ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാവട്ടെ, നമ്മളെല്ലാവരും വിജയിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ഒട്ടനവധി ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. പലപ്പോഴും സ്നേഹബന്ധങ്ങളെ തമ്മിൽ കോർത്തിണക്കുവാൻ ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ മുൻകൈ എടുക്കാറുണ്ട്. ഫോൺ വിളിച്ചും മെസ്സേജ് ചെയ്തും നമ്മുടെ വിശേഷങ്ങൾ അറിഞ്ഞ് ഈ ബന്ധങ്ങൾ നിലനിർത്തി ഊട്ടി ഉറപ്പിക്കുന്ന സെക്കൻഡ് സൂചികൾ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിന്ന് പോകുന്നത് യാതൊരുവിധ പരിഭവവും ഇല്ലാതെ സെക്കൻഡ് സൂചിയെ പോലെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ ഉണ്ടാവും. സ്ഥാപനത്തിലും അതുപോലെ തന്നെ, നമുക്ക് ചുറ്റുമുള്ള സൗഹൃദ വലയത്തിലും അങ്ങനെ തന്നെ. ഒരു സെക്കൻഡ് സൂചിയെ പോലെ നമുക്ക് മറ്റുള്ളവരെ ഒന്നിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമായി തീരുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാവരും മിനിറ്റ് സൂചിയെ പോലെ ഫാസ്റ്റായി മുമ്പോട്ട് പോകും. അവർ സൂചിയെ പോലെ അവർ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കും. വല്ലപ്പോഴും വാച്ചിലും ക്ലോക്കിലും നോക്കുമ്പോൾ സെക്കൻഡ് സൂചിയെ കൂടി ഒന്ന് മൈൻഡ് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള നമ്മളെ സഹായിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി സഹായങ്ങൾ നമുക്ക് നൽകി തരുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളെ സഹായിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി നമ്മളാലാവുന്ന പോലെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കാം. വിഷ് യു ഓൾ ഗുഡ് ലക്ക്. താങ്ക് യു.